क्लास 5 चैप्टर 8 वे दिन भी क्या दिन थे. ഈ കഥയിൽ നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പം നമുക്ക് ഒരുപാട് നല്ലതായിട്ട് തോന്നും അല്ലേ. ഇപ്പോൾ ഈ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ക്ലാസ്സാണ് എല്ലാം നടക്കുന്നത് അല്ലേ. സ്കൂളിലാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് മൊബൈലിലും കമ്പ്യൂട്ടറിലും നോക്കിയിട്ടാണ്. ടീച്ചേഴ്സ് ഓൺലൈനായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷമായിരുന്നെങ്കിലോ, കഴിഞ്ഞ വർഷം കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, കൂട്ടുകാരോടൊപ്പം കളിക്കുന്നു. പക്ഷേ ഈ വർഷമാണെങ്കിൽ അതൊന്നും തന്നെ നടക്കുന്നില്ല. അപ്പം കുട്ടികൾ എന്തോർക്കും, കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു, എന്ത് രസമായിരുന്നു ആ ദിവസങ്ങളെന്ന് ഓർക്കും. അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ചാപ്റ്റർ നോക്കാം. വേ ദിൻ ഭി ക്യാ ദിൻ ഥേ. घटना महत्वपूर्ण थी वरना कुम्मी अपनी डायरी में उसे क्यों लिखती. ഘട്ടന എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ്, മഹത്വപൂർൺ ഇമ്പോർട്ടൻറ്റ്. ആ ഏതോ ഒരു ഇൻസിഡൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കുമ്മി ഒരു പെൺകുട്ടിയാണ്, ഒരു കുട്ടിയാണ്. അവളുടെ ഡയറിയിൽ അത് എഴുതി വെച്ചത്, ലിഖി എഴുതി വെച്ചത്. ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ലെങ്കിൽ അത് ഡയറിയിൽ എഴുതില്ലായിരുന്നു. ഘട്ടന महत्वपूर्ण थी वरना कुम्मी अपनी डायरी में उसे क्यों लिखती. अपनी डायरी में उसने 16 मई सन 2155 की रात को लिखा. आज रोहित को सचमुच की एक पुस्तक मिली है. എപ്പോഴാണ് എഴുതിയത്? അപ്നെ ഡയറി മേം ഉസ്നെ അവൻ എപ്പോഴാണ് എഴുതിയത്? 2155 അല്ലേ, 2155. അതായത് ഇപ്പോഴേതാണ് വർഷം? 2020, 2020. ഇനിയും 100 വർഷങ്ങൾക്കപ്പുറമാണ് കഥയാണ്. ഈ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സംഭവത്തെയാണ്. ഫ്യൂച്ചറിൽ നമ്മൾ കഴിഞ്ഞ കാലം എങ്ങനെ ഓർക്കും അതിനെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. 2155 രാത്രിയിലാണ് ഡയറിയിൽ ഇത് എഴുതി വെക്കുന്നത്. ആജ് രോഹിത് കോ സച്ച് മുച്ച്കി എക് പുസ്തക് മിലി ഹെ. രോഹിത്തിന് ഇന്ന് ഒരു പുസ്തകം ലഭിച്ചു. 2155 കേട്ടോ ഓർക്കേണ്ടത്. 2020 ആണ് ഇപ്പോൾ. 2155 ഈ കാലം എങ്ങനെയായിരിക്കും നമ്മുടെ പഠനവും, ആരായിരിക്കും, നമ്മൾ എങ്ങനെയായിരിക്കും പഠിക്കുന്നത്, ഏതുപയോഗിച്ചായിരിക്കും, ഏത് മാർഗത്തിലൂടെ ആയിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. വ പുസ്തക് ബഹുത് പുരാനി थी. कुम्मी के दादा ने बताया था कि जब वे बहुत छोटे थे तब उनके दादा ने कहा था कि उनके ज़माने में सारी कहानियाँ कागज़ पर छपती थी और पढ़ी जाती थी. വ പുസ്തക് ബഹുത് പുരാനി थी. ആ പുസ്തകം ഒരുപാട് കാലപ്പഴക്കമുള്ളതാണ്, ഒരുപാട് പഴയതാണ്. പുരാനി പഴയത്. കുമ്മിക്ക് ദാദാനെ ബതായ താക്കി. കുമ്മിക്ക് ദാദ, കുമ്മിയുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ജബ് വെ ബഹുത് ചോട്ടെ ഥേ. ആ ദാദ, ഗ്രാൻഡ് ഫാദർ ചെറുതായിരിക്കുമ്പോൾ, കുമ്മിയുടെ ദാദ ചെറുതായിരിക്കുമ്പോൾ, തബ് ഉൻകെ ദാദാനെ കഹാ താ കി ഉൻകി ജമാനെ മേം സാരി കഹാനിയാം കാഗസ് പർ ചപ്തി ഥീ. ദാദ പറഞ്ഞിട്ടുണ്ട്, ദാദയുടെ ചെറുപ്പകാലത്ത് കഥകളൊക്കെ ആ സമയത്ത്, ജമാനെ എന്ന് പറഞ്ഞാൽ ടൈം, സാരി കഹാനിയാം എല്ലാ കഥകളും, കാഗസ് എന്ന് പറഞ്ഞാൽ പേപ്പർ, കാഗസ് പർ ചപ്തി ഥി. ചപ്തി എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് ചെയ്തിരുന്നു, പേപ്പറിൽ പ്രിൻറ്റ് ചെയ്യുകയായിരുന്നു. ഓർ പഠി ജാത്തി ഥി, എന്നിട്ട് വായിക്കാമായിരുന്നു. പണ്ട് കാലത്ത് പുസ്തകങ്ങളിൽ അതായത് പേപ്പറുകളിൽ കഥകളൊക്കെ പ്രിൻറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുമായിരുന്നു. ഇത് ഏത് സമയത്താണ് പറയുന്നത്? 2155, 2155 അല്ലേ. ഈ സമയത്ത് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത് ബുക്സാണ്. പക്ഷെ ആ സമയത്ത് എങ്ങനെയായിരിക്കും, ആ സമയത്തുള്ള ആൾക്കാർ പറയുന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ആ സമയത്ത് പുസ്തകങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പുസ്തകങ്ങൾക്ക് പകരം കമ്പ്യൂട്ടറും മൊബൈലും സ്ക്രീൻസും അതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പുസ്തകവും पृष्ठ होते थे जिन पर कहानियाँ छपी होती थी और हर पृष्ठ पढ़ने के पश्चात दूसरा पृष्ठ पलटकर आगे पढ़ना होता था. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു? പുസ്തകവും പൃഷ്ഠ ഹോത്തെ ഥേ. പൃഷ്ഠ എന്ന് പറഞ്ഞാൽ പേജസ് ഉണ്ടാവും. പുസ്തകത്തിൽ എന്തുണ്ടാവും? പേജസ് ഉണ്ടാവും. ജിൻ പർ കഹാനിയാം ഛപ്പി ഹോത്തി ഥി. ആ പേജിലാണ് എന്ത് കഥകൾ പ്രിൻറ്റ് ചെയ്തിരുന്നത്, ചപ്പി പ്രിൻറ്റ് ചെയ്തിരുന്നത്. और हर पृष्ठ पढ़ने के पश्चात दूसरा पृष्ठ पलटकर आगे पढ़ना होता था. ഓരോ പേജ് വായിച്ചതിന് ശേഷവും ആ പേജ് മറിച്ച്, പലട്കർ എന്ന് പറഞ്ഞാൽ ടേണി, അത് മറിച്ച് ആകെ പഠന അടുത്ത പേജ് വായിക്കണം. സാരെ ശബ്ദ് സ്ഥിർ രഹത്തെ ഥേ. എല്ലാ വാക്കുകളും എങ്ങനെയായിരുന്നു? സ്ഥിർ, മൂവ് ചെയ്യാതെ. അത് നമ്മുടെ പുസ്തകത്തിൽ പ്രിൻറ്റ് ചെയ്താൽ അങ്ങനെയല്ലേ, മൂവ് ചെയ്യില്ലല്ലോ. സ്ഥിർ രഹത്തെ ഥേ.
चलते नहीं थे जैसे आजकल पर्द पर चलते थे. ഒരു വാക്കുകളും ചലിക്കില്ല, മൂവ് ചെയ്യില്ല. ഇപ്പോഴാണെങ്കിലോ സ്ക്രീനിൽ കൂടെ മൂവ് ചെയ്താണ് പോകുന്നത്. ഓരോ വാക്കുകളും മൂവ് ചെയ്ത് പോകുന്നു. ഇത് ഏത് സമയത്തുള്ള കഥയാണ് പറയുന്നത്? 2155 ആ സമയത്ത് ബുക്സ് കാണില്ല, പകരം നമ്മൾ സ്ക്രീനിൽ നോക്കിയിട്ടായിരിക്കും പഠിക്കുന്നത്. ആ സമയത്ത് ഈ ബുക്സിലാണെങ്കിൽ വാക്യങ്ങൾ എങ്ങനെയിരിക്കും? മൂവ് ചെയ്യാതിരിക്കും. പക്ഷേ സ്ക്രീനിലാണെങ്കിൽ അത് മൂവ് ചെയ്യും അല്ലേ. രോഹിത് ने कहा था कितनी पुस्तकें बेकार जाती होंगी. രോഹിത് പറഞ്ഞു കിത്നി പുസ്തകം ബേക്കാർ ജാത്തി ഹോങ്കി. ബേക്കാർ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ്. എത്ര പുസ്തകങ്ങൾ യൂസ്ലെസ് ആയി പോകും. ഏക് ബാർ പഠി ഓർ ഫിർ ബേക്കാർ ഹോ ഗയി. ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ്ലെസ് ആവും, ഉപയോഗമില്ലാതാവും. अब तो हमारे टेलीविज़न के पर्दे पर न जाने कितनी पुस्तकों की सामग्री आ जाती है और फिर भी ये पुस्तक नई की नई रहती है. ഇപ്പോഴാണെങ്കിലോ രോഹിത് പറയുക ആ സമയത്ത് 2155 അവരുടെ ടെലിവിഷൻ സ്ക്രീനിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അവയാണെങ്കിൽ എപ്പോഴും പുത്തനായി തന്നെ ഇരിക്കുന്നു അല്ലേ. എന്നാൽ പുസ്തകങ്ങളുടെ കാലത്താണെങ്കിൽ എന്താണ്, ഒരു പുസ്തകം വായിച്ച് അത് യൂസ്ലെസ് ആയി പോകുന്നു. കുമ്മീനെ ഭി രോഹിത് കി ഹാം മിലായി. കുമ്മിയും അത് സമ്മതിച്ചു. അതെ ശരിയാണ് എന്ന് പറഞ്ഞു. ഫിർ പൂച്ചാ തുമേ വ പുസ്തക് കഹാ മിലി. എന്നിട്ട് ചോദിച്ചു നിനക്ക് ആ പുസ്തകം എവിടെ നിന്ന് കിട്ടി? രോഹിത് ने बताया अपने घर में एक पुराना डिब्बा कहीं दबा पड़ा था, उसी को फेंक रहे थे कि उसमें से यह पुस्तक मिली. രോഹിത് ഇവിടെ ആ പുസ്തകം നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ രോഹിത് എന്ത് പറഞ്ഞു? അപ്നെ ഘർ മേ, എൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. എക് പുരാന ഡിബ്ബ എന്ന് പറഞ്ഞാൽ ബോക്സ്, ഒരു പഴയ ബോക്സ് ഉണ്ടായിരുന്നു. ഉസേക്കോ ഫേങ്ക് രഹേ ഥേ, അതിനെ അങ്ങ് വലിച്ചെറിഞ്ഞു, അതിൻ്റെ അകത്ത് നിന്നും ലഭിച്ചതാണ് ഈ പുസ്തകം. ഇസ്മേ ക്യാ ലിഖാ ഹേ. അപ്പോഴവൻ കുമ്മി ചോദിച്ചു ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സ്കൂളൊക്കെ ബാരേമേ ലിഖാ ഹേ. സ്കൂളിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സ്കൂളൊക്കെ ബാരേമേ ലിഖാ ഹേ. സ്കൂൾ. കുമ്മിനെ പ്രശ്ന കിയ. സ്കൂളോ? കുമ്മി ചോദിച്ചു. उसके विषय में लिखने को ही क्या. हर विद्यार्थी के घर पर एक मशीन होती है जिसमें टेलीविज़न की तरह का एक पर्दा होती है. रोज़ नियमित रूप उसके सामने बैठकर हमें वह सब याद करना होता है. എങ്ങനെയാ? ഉസ്കെ വിഷയമേ ലിഖ്നേക്കോ ഹേ ഹി ക്യാ. ആ വിഷയത്തിൽ സ്കൂളിനെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞില്ലേ. സ്കൂളിനെ കുറിച്ച് എഴുതാൻ എന്തിരിക്കുന്നു? ഹർ വിദ്യാർത്ഥി, ഓരോ വിദ്യാർത്ഥിയുടെ വീട്ടിലും ഏക്ക് മെഷീൻ ഹോത്തി ഹേ, ഒരു മെഷീൻ ഉണ്ടാവും. ജിസ്മേ ടെലിവിഷൻ കി തരക ഏക്ക് പർദ ഹോത്താ ഹേ. ആ മെഷീനിൽ എന്തുണ്ടാവും? ടി വിയിൽ കാണുന്നത് പോലെ ഒരു സ്ക്രീൻ ഉണ്ടാവും, പർദ സ്ക്രീൻ. അപ്പോൾ ഇപ്പോഴും നമ്മൾ പുസ്തകങ്ങൾ യൂസ് ചെയ്തിട്ട് പഠിക്കുന്നു. ആ സമയത്ത് ആ 100 വർഷത്തിനപ്പുറം പുസ്തകങ്ങൾക്ക് പകരം ഓരോ വിദ്യാർത്ഥിയുടെയും വീട്ടിൽ എന്തുണ്ടാവും? ഒരു ടെലിവിഷൻ പോലുള്ള ഒരു മെഷീൻ ഉണ്ടാവും. ആ മെഷീനിൽ ഒരു സ്ക്രീൻ ഉണ്ടാവും. റോസ് നിയമിത് രൂപ് ഉസ്കെ സാമനെ बैठकर हमें वह सब याद करना होता है जो वह मशीन हमें बताती है. എന്നിട്ട് ആ മെഷീനിൽ എങ്ങനെയാണ് അതിൻ്റെ സ്ക്രീനിൽ എല്ലാ ദിവസവും എപ്പോഴും റൂട്ടീനായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മുമ്പിലിരുന്ന് യാദ് കർണ, ഓർക്കും. ജോ വ മഷീൻ ഹമേ ബത്താത്തി ഹേ, ആ മെഷീനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സാരാ ഗൃഹകാരി എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് करके दूसरे दिन उसी मशीन में डाल देना होता है. എന്നിട്ടോ എല്ലാ ഹോംവർക്കും നമ്മൾ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ ചെയ്തിട്ട് മെഷീൻ മേം ഡാൽ ദേന ഹോത്താ ഹേ, ആ മെഷീനിൽ ഇടണം. ഡാൽ എന്ന് പറഞ്ഞാൽ പുട്ട്. ഹമാരി ഗൽത്തിയാം बताकर फिर वह हमें समझाती है. നമ്മുടെ ഹോംവർക്കൊക്കെ ചെക്ക് ചെയ്ത് അതിലെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി നമ്മളവയെ പറഞ്ഞ് മനസ്സിലാക്കി തരും. एक विषय पूरा होने पर वही मशीन हमारी परीक्षा लेकर हमें आगे പഠാന ആരംഭ कर देती है. എന്നിട്ട് ഒരു വിഷയം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മെഷീൻ എന്ത് ചെയ്യും? അതിൻ്റെ ആ വിഷയത്തിൻ്റെ പരീക്ഷ എക്സാം നടത്തി കണ്ടിന്യൂ ചെയ്യും. അടുത്ത ചാപ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. കഹത്തെ കുമ്മി थक गई थी. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുമ്മി थक गई थी എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണിച്ചു. अंत में बोली कितना उबाऊ होता है ये सारा स्कूल का काम. കിത്തന ഉബാവ് എന്ന് പറഞ്ഞാൽ ബോറിങ്. എന്തൊരു ബോറിംഗ് ആണ് ഈ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ എന്തൊരു ബോറിംഗ് ആണ്.
रोहित मुस्कुराते हुए उसकी बातें सुन रहा था। अरे बुद्धू, जैसे स्कूल का वर्णन इस पुस्तक में है वह इसके भिन्न होता था। इसमें तो उन स्कूलों के बारे में लिखा है जो സദിയോം പഹലെ ഹോത്തെ थे। അപ്പോൾ രോഹിത് നേരത്തെ പറഞ്ഞില്ലേ ആ പുസ്തകത്തിൽ എന്തിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിപ്പോൾ സ്കൂളിനെ കുറിച്ചാണെന്ന്. അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്ത് ബോറാണെന്ന് കുമ്മി പറഞ്ഞപ്പോൾ രോഹിത് പറയുകയാണ്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അരെ ബുദ്ധു, ജैसे സ്കൂൾ കാ വർണ്ണൻ ഇസ് പുസ്തക് മേ ഹെ വ ഇസ്സെ ഭിന്ന ഹോത്താ ഹെ. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്കൂൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഭിന്ന എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഇസ്മേ തോ ഉൻ സ്കൂളോं के बारे में लिखा है जो സദിയോം പഹലെ ഹോത്തെ थे. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്കൂള് 100 years മുമ്പ് പണ്ടുള്ളതാണ്. 100 വർഷങ്ങൾക്കപ്പുറത്തുള്ള സ്കൂളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുമിക്ക് മൻമേം കുച്ച് उत्सुकता जगी. बोली, फिर भी उनके यहाँ मशीन के बने अध्यापक तो होते ही होंगे. അപ്പോൾ കുമ്മി ക്യൂരിയോസിറ്റിയോട് ചോദിച്ചു, ഉത്സുകത എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റിയോട് ചോദിച്ചു, ഫിർ ഭി ഉൻകെ യഹാ മഷീൻ കെ ബനെ അധ്യാപക് തോ ഹോത്തെ ഹി ഹോങ്കെ. അപ്പോഴും ഈ മെഷീനിലെ പോലുള്ള അധ്യാപകരാണോ ഉണ്ടാകുന്നത്? കുമ്മിക്ക് യാദ് ആയാ कि एक बार जब उससे भूगोल में रोज़ वही गलतियाँ होने लगी थी तो उसकी माम ने मोहल्ले के अध्यक्ष को बताया था. तब एक आदमी आया था और उसने उस मशीन के पुर्जी अलग कर दिए थे. तब उसने मन ही मन यह मनाया था कि वह आदमी इस बोर करने वाले अध्यापक को पुनः जोड़ न जाए तो उसे हमेशा के लिए छुट्टी मिल जाए. लेकिन उस आदमी ने मशीन को फिर से जोड़कर उसकी माम को बताया था. लगाता है मशीन के भूगोल की चक्की कुछ तेज़ रफ्तार पर थी. सो आपकी लड़की के लिए उसे समझना कठिन हो गया था. मैंने अब उसकी गति कुछ धीमी कर दी है. सो आशा है अब ठीक रहेगा. അപ്പോൾ കുമ്മിക്ക് ഓർമ്മ വന്നു. കുമ്മിക്കോ യാദ് ആയ, എന്താണ് ഓർമ്മ വന്നത്? ഏക് ബാർ ജബ് ഉസ്സെ ഭൂഗോൾ മേം റോസ് വഹി ഗൽത്തിയാം ഹോനെ ലഗി ഥി. ഭൂഗോൾ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫി. ഒരു ദിവസം ജിയോഗ്രഫി പഠിപ്പിക്കുന്ന മെഷീൻ, അതിനെന്തോ തെറ്റ് സംഭവിച്ചു. തോ ഉസ്കി മാനെ മുഹല്ലേക്ക് അധ്യക്ഷകോ ബതായ ഥാ. മുഹല്ല എന്ന് പറഞ്ഞ ഏരിയ. അവൻ്റെ അമ്മ എന്ത് ചെയ്തു? ആ ഏരിയയിലുള്ള അധ്യക്ഷനോട് പറഞ്ഞു. തബ് ഏക് ആദ്മി ആയാ ഥാ. അപ്പോൾ ഒരാൾ വന്നു, അവരുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു. ഓർ ഉസ്നെ ഉസ് മഷീൻ കെ പുർജ് അലഗ് കർ ദിയേ ഥേ. പുർജ് എന്ന് പറഞ്ഞാൽ പാർട്ട്. എന്നിട്ട് ആ ആൾ എന്ത് ചെയ്തു? അദ്ദേഹം ആ മെഷീനിനെ പാർട്സ് ആക്കി അഴിച്ചു മാറ്റി. तब उसने मन ही मन यह मनाया था कि वह आदमी इस बोर करने वाले अध्यापक को पुनः जोड़ न जाए तो उसे हमेशा के लिए छुट्टी मिल जाए. അപ്പോൾ നമ്മുടെ കുമ്മി മനസ്സിൽ എന്തോർത്തിരുന്നു? അദ്ദേഹത്തിന് നമ്മുടെ മെഷീൻ പാർട്സാക്കിയ മെഷീൻ ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നെങ്കിൽ ലീവ് ലഭിച്ചേനെ അല്ലേ? സ്കൂളിൽ ക്ലാസ് ഉണ്ടാവില്ലല്ലോ. മെഷീൻ കേടായി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് എടുക്കത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്ത് കിട്ടിയേനെ? छुट्टी मिल जाए. छुट्टी എന്ന് പറഞ്ഞാൽ ലീവ്. लेकिन उस आदमी ने मशीन को फिर से जोड़कर उसकी मां को बताया था. എന്നിട്ട് പക്ഷേ എന്ത് സംഭവിച്ചു? അദ്ദേഹം ആ മെഷീനെ ജോയിൻ ചെയ്തിട്ട് അവൻ്റെ അമ്മയോട് പറഞ്ഞു. അവരുടെ അമ്മയോട് എന്ത് പറഞ്ഞു? ലഗാത്താ ഹെ മഷീൻ കെ ഭൂഗോൾ കി ചക്കി കുച്ച് തേസ് രഫ്താർ പർ ഥി. എന്ത് തോന്നുന്നു? ആ മെഷീൻ്റെ, ആ ഭൂഗോൾ ജിയോഗ്രഫി മെഷീൻ്റെ ചക്രം കുറച്ച് സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. തേസ്, മോർ സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. സോ ആപ്കി ലഡ്കി കെ ലിയെ ഉസെ സമജ്ന കഠിൻ ഹോ ഗയാ ഥാ. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി കാണും. മേനെ അബ് ഉസ്കി ഗതി കുച്ച് ധീമി കർ ദി ഹേ. ഞാനിപ്പോഴെന്ത് ചെയ്തു? അതിൻ്റെ സ്പീഡ് കുറച്ചിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആശാ ഹേ അബ് ടീക്ക് രഹേഗ. അതുകൊണ്ട് നമുക്ക് നോക്കാം, ഇനി ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. और कुम्मी को उसी समय भूगोल का सबक सीखने बैठ जाना पड़ा था. मन ही मन वह उस मशीनी अध्यापक को कोसती रही थी. എന്നിട്ട് എന്താ അടുത്തതായി കുമ്മിക്ക് ആ സമയം മുതൽ ജിയോഗ്രഫിയുടെ അടുത്ത ലെസൺ പഠിപ്പിക്കാൻ തുടങ്ങി. ജിയോഗ്രഫി സബക് എന്ന് പറഞ്ഞാൽ ലെസൺ പഠിക്കാൻ അവിടെ ഇരുന്നു. മൻഹിമൻ, അവനത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവൻ്റെ മനസ്സിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഉസ് മഷീനി അധ്യാപക്, ആ മെഷീനി അധ്യാപകനെ കോസ്തി രഹിതി, ശാപിച്ചുകൊണ്ടിരുന്നു. കോസ്തി എന്ന് പറഞ്ഞാൽ കേസ്. തബി രോഹിത് ने कुम्मी के सोचने के सिलसिले को तोड़ा. बोला, हाँ तब अध्यापक तो होते थे परंतु मशीन नहीं, स्त्रियां और पुरुष होते थे. അപ്പോഴാണ് ആര് പറഞ്ഞത്?
നമ്മുടെ രോഹിത് പറഞ്ഞു, പണ്ട് കാലത്തും അധ്യാപകരുണ്ടായിരുന്നു, പക്ഷെ അത് മെഷീൻ അല്ലായിരുന്നു, ഇന്നത്തെ പോലെ മെഷീൻ അല്ലായിരുന്നു. അത് സ്ത്രീയും പുരുഷനുമായിരുന്നു, അധ്യാപകനും അധ്യാപികയുമായിരുന്നു. ക്യാ കഹാ, കहीं कोई സ്ത്രീ യാ പുരുഷ് ഇത്തനി സാരി വിഷയ ഹമേ സിഖാ സക്താ ഹേ. അപ്പോൾ കുമ്മി ചോദിച്ചു, എന്താണ് പറയുന്നത്? ഒരു സ്ത്രീക്കും പുരുഷനും ഇത്രയധികം വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ പറ്റുമോ? ക്യോ നഹീം, വഹ് ബച്ചോं को സാരെ വിഷയ സമജ്താ ഹേ. അപ്പോൾ രോഹിത് പറഞ്ഞു, എന്തുകൊണ്ടില്ല, അവർ കുട്ടികളെ എല്ലാ വിഷയവും മനസ്സിലാക്കി തരും. ഗൃഹകാര്യ ദേത്തെ थे, होमवर्क തരും, और प्रश्न पूछते थे, क्वेश्चंस ചോദിക്കും. अध्यापक बच्चों के घर नहीं जाते थे, बल्कि बच्चे एक विशेष भवन में जाते थे जिसे स्कूल कहते थे. അധ്യാപകർ കുട്ടികളുടെ വീട്ടിലേക്കല്ല പോകുന്നത്. ആ കാലത്ത് എങ്ങനെ 2155 എങ്ങനെയായിരിക്കുമെന്നാണ് പറയുന്നത്? മെഷീൻ വീട്ടിലിരിക്കുകയാണ് അല്ലേ. പക്ഷേ 100 വർഷങ്ങൾക്കപ്പുറത്ത് ബാക്കിൽ ഇന്നത്തെ സമയത്ത് പോലെ അധ്യാപകർ കുട്ടികളുടെ വീട്ടിലോട്ട് പോവുകയല്ല ചെയ്യുന്നത്. കുട്ടികൾ എങ്ങോട്ട് പോകും? ഒരു സ്പെഷ്യൽ ബിൽഡിങ്ങിലോട്ട് പോകും. ഭവൻ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിനെയാണ് നമ്മൾ സ്കൂൾ എന്ന് പറയുന്നത്. कुम्मी का अगला प्रश्न था, तो क्या सब बच्चे एक समय में एक जैसी ही चीज़ें सीखते थे? കുമ്മിയുടെ അടുത്ത ചോദ്യമായിരുന്നു, तो क्या सब बच्चे, അതെങ്ങനെയാ എല്ലാ കുട്ടികളും ഏക് സമയമേം, ഒരു സമയത്ത് ഏക് ജൈസി ഹി ചീസെ സീഖ്തെ ഹേ, ഒരേ കാര്യത്തെക്കുറിച്ചാണോ പഠിക്കുന്നത്? ഹാ, ഏക് ആയോ കെ ബच्चे ഏക് സാത്ത് ബൈഠത്തെ थे. അപ്പോഴെന്തു പറഞ്ഞു? അതെ, ഒരേ വയസ്സിലുള്ള കുട്ടികൾ, ആയു ഏജ്, ഒരേ വയസ്സിലുള്ള കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. लेकिन माम कहती है कि मशीनी अध्यापक हर बच्चे की समझ के अनुसार पढ़ता है, फिर पुराने ज़माने में यह कैसे संभव होता था? അപ്പോൾ കുമ്മി എന്ത് ചോദിച്ചു? മാം कहती है कि, അമ്മ പറയുന്നുണ്ടല്ലോ, മഷീനി അധ്യാപക് ഹർ ബच्चे की समझ के अनुसार पढ़ाता है. മഷീൻ അധ്യാപകർ ഓരോ കുട്ടികളെയും മനസ്സിലാക്കി അതിനനുസരിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന്. പക്ഷെ പഴയ കാലത്ത്, പണ്ട് പുരാനെ ജമാനേമേം യ കേസെ സംഭവ ഹോത്താ താ, സ്ത്രീയും പുരുഷനും അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകും? തബ് വേ ലോഗ് ഇസ് പ്രകാർ നഹീ കർത്തെ थे, रहने दो, तुम्हारी इच्छा नहीं है तो मैं वह पुस्तक तुम्हें नहीं दूंगा. അപ്പോൾ രോഹിത് പറഞ്ഞു, പണ്ടത്തെ ആൾക്കാർ അങ്ങനെയൊന്നല്ല, പണ്ട് അധ്യാപകർ ഇതുപോലെയൊന്നല്ല ചെയ്തിരുന്നത്, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് ഞാൻ പുസ്തകം തരില്ലെന്ന് പറഞ്ഞു. കുമ്മി ഛട്ട് ബോലി, നഹി നഹി मैं उसे पढ़ना चाहूँगी कि तब स्कूल कैसे होते थे, कितनी अजीब अजीब बातें जानने को मिलेंगे. കുമ്മി പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, എനിക്ക് ആ പുസ്തകം വായിക്കാൻ ആഗ്രഹമുണ്ട്. തബ് സ്കൂൾ കേസെ ഹോത്തെ, ആ പണ്ടത്തെ സ്കൂൾ എങ്ങനെയായിരിക്കും. കിത്തിനി അജീബ് അജീബ്, എന്തൊക്കെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇത്തിനേമേം അന്തർസെ മാക്കി ആവാസ് സുൻകർ കുമ്മി പോലെ, ഇത്രയും പറഞ്ഞപ്പോൾ അകത്ത് നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. ലഗ്താ ഹേ സബക്ക സമയ ഹോ ഗയാ ഹേ. കുമ്മി പറഞ്ഞു, തോന്നുന്നു ഇനി ലെസൺ തുടങ്ങാനുള്ള സമയമായെന്ന് തോന്നുന്നു. രോഹിത് ബി ഉഠാ ഓർ അപ്നി ഘർ കി ഓർ ചലാ ഗയാ. രോഹിത് എണീറ്റ് അവൻ്റെ വീട്ടിലോട്ട് പോയി. കുമ്മി അപ്നി ഘർ കി ഓർ ചലി ഗയി. കുമ്മി അവൻ്റെ വീട്ടിലകത്തേക്കും പോയി. അന്തർ മഷീൻ ആകെ കാ സബക് ദേനെ കോ തയ്യാർ थी. അകത്താണെങ്കിലോ മെഷീൻ അടുത്ത ലെസൺ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. മഷീൻ സെ ആവാസ് ആനി ആരംഭ ഹോ ഗയി. മെഷീനിൽ നിന്നും സൗണ്ട് പുറത്തു വന്നു. ആജ് സബ്സെ പെഹ്ലെ തുമേ ഗണിത് സീഖ്നാ ഹേ. ഇന്ന് ഏത് സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്? ഗണിത്, മാത്സ് ആണ്. കൽ കാ ഹോംവർക്ക് ചേത് മേ ഡാലോ. ഇന്നലെ യെസ്റ്റർഡേ, കൽ എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ, ഇന്നലത്തെ ഹോംവർക്ക് ഹോളിൽ, അതിൻ്റെ ഒരു ഹോളുണ്ട്, അവിടെ ഇടൂ. കുമ്മീനെ വൈസാഹി കിയാ. കുമ്മി അതിൻ്റെ ഹോംവർക്ക് അതിലോട്ടിട്ടു. വह सोच रही थी कि कितने अच्छे होते होंगे वे पुराने स्कूल जहाँ एक ही आयु के बाद सारे बच्चे हंसते खेलते कूदते स्कूल जाते होंगे और पढ़ाने वाले पुरुष और स्त्रियाँ होते होंगे. കുമ്മി മനസ്സിൽ ഓർത്തു. എന്താണ് ഓർത്തത്? എന്ത് രസമായിരിക്കും ആ പഴയ കാലത്തെ സ്കൂളുകൾ. അവിടെ ഒരേ വയസ്സിലുള്ള കുട്ടികൾ ചിരിച്ചും, ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ഖേൽന കളിക്കുക, ചിരിച്ചും കളിച്ചും, കൂതത്തെ ജമ്പ് ചെയ്തുകൊണ്ടൊക്കെ സ്കൂളിലോട്ട് പോകുന്നു. അവിടെ സ്ത്രീയും പുരുഷനും ഒക്കെ പഠിപ്പിക്കുന്നു. ഇത്നേമേ മഷീൻസെ സ്വർ ആന ആരംഭ ഹോ ഗയാ ഥാ. അപ്പോഴേക്കും ആ മെഷീനിൽ നിന്നും പഠിപ്പിക്കുന്നതിൻ്റെ സൗണ്ട് വരാൻ തുടങ്ങിയിരുന്നു. ഓർ പർദ് പർ ചലത്തെ ഹുയെ അക്ഷർ ഏവം അങ്ക് ആനെ ശുരു ഹോ ഗയി തി. കൂടാതെ പർദ്, സ്ക്രീനിലൂടെ മൂവ് ചെയ്യുന്ന ലെറ്റേഴ്സും ഡിജിറ്റ്സും ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. അങ്ക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സ്. ഓർ കുമ്മി സോച്ച് രഹി തി കി തബ് സ്കൂൾ ജാനെ മേം കിतना ആനന്ദ് ആത്താ ഹോഗാ, കിतनी खुश रहती होंगे सारे बच्चे.
അപ്പോൾ നമ്മുടെ കുമ്മി ആലോചിച്ചു, പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും, എത്ര ആനന്ദത്തോടെ ആയിരിക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി പഠിച്ചിരിക്കുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.